Hello, welcome to my dear classes. Chapter 2 Exploring Our Neighborhood എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതില് കുറേ ഭാഗം പാർട്ട് 1 പാർട്ട് 2 വീഡിയോ ആയിട്ട് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് വീഡിയോയിൽ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. ലുക്കിംഗ് അറൌണ്ട് ദ നൈബർഹുഡ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടു നവ്യയും ദാദാജിയും സ്കൂളിൽ നിന്ന് ഒരു ബസ്സിൽ കയറി വീട്ടിലേക്ക് വരികയായിരുന്നല്ലേ. As soon as they reached home, Navya ran to her brother and shared her experiences with him. സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം നവ്യ ഇന്ന് വഴിയിലൊക്കെ കണ്ട കാര്യങ്ങളെ പറ്റിയും ദാദാജിയുമായിട്ട് നടന്ന ഡിസ്കഷനെ പറ്റിയും ഒക്കെ അവളുടെ ബ്രദറിന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി ഓടിച്ചെന്നു. Public places help people by providing services related to health, safety, cleanliness or the environment. Public places. നമ്മൾ പല സ്ഥലങ്ങളും, നമ്മുടെ വീട് ഒരു പ്രൈവറ്റ് പ്ലേസ് ആണ്, അത് നമ്മുടെ സ്ഥലങ്ങളാണ്. എന്നാൽ പബ്ലിക് പ്ലേസസ് അത് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാനുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഈ പബ്ലിക് പ്ലേസസ് ഹെൽപ്പ് പീപ്പിൾ ബൈ പ്രൊവൈഡിങ് സർവീസസ് റിലേറ്റഡ് ടു ഹെൽത്ത്, ആരോഗ്യവുമായി റിലേറ്റഡ് ആണ്, പിന്നെ അവരുടെ സേഫ്റ്റിയുമായി റിലേറ്റഡ് ആണ്, ക്ലെൻലിനെസ്, ഈ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് പബ്ലിക് സർവീസസ്. These may include places like hospitals, banks, post offices, police stations, public libraries, bus stations, etc. പബ്ലിക് പ്ലേസസിന്റെ എക്സാമ്പിൾസ് ആണ് ഹോസ്പിറ്റൽസ്. എല്ലാ ആളുകൾക്കും അസുഖം വന്നു കഴിഞ്ഞാൽ പോകാനുള്ള സ്ഥലമാണ് ഹോസ്പിറ്റൽ അല്ലേ. ബാങ്ക്, ഒരു ആളുകളുടെ ഒക്കെ പൈസ സൂക്ഷിക്കാനും മറ്റ് സർവീസസ് ഉപയോഗിക്കാനും ബാങ്കുകളിലേക്ക് നമ്മൾ പോകും. അതുപോലെ പോസ്റ്റ് ഓഫീസസ്, പോലീസ് സ്റ്റേഷൻസ്, പബ്ലിക് ലൈബ്രറീസ്, ബസ് സ്റ്റേഷൻ, ഇതൊക്കെ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാനുള്ളതാണ്. Navya brought a pencil and paper and sat down to draw her neighborhood. അപ്പൊ നവ്യ ഒരു പേപ്പറും പെൻസിലും എടുത്തു വന്നു. എന്നിട്ട് അവളുടെ നെയ്ബർഹുഡ്, അവളുടെ വീടും അതിന് ചുറ്റുഭാഗങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അതിൽ മാർക്ക് ചെയ്യാൻ തുടങ്ങി. On the basis of the rising sun, she identified the east direction. നമുക്കറിയാം 4 ഡയറക്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണത്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് അല്ലേ. അപ്പൊ ഇവിടെ നവ്യ ഈസ്റ്റ് ഡയറക്ഷൻ ഐഡന്റിഫൈ ചെയ്തത് എങ്ങനെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് റൈസിങ് സൺ. സണ്ണ് റൈസ് ചെയ്യുന്ന സൈഡാണ് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് നവ്യക്ക് അറിയാം. Based on this, she drew places in other direction around her house. ആ ഒരു ഡയറക്ഷൻ ഫിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഡയറക്ഷൻസ് ഒക്കെ അവളുടെ വീടിന്റെ ചുറ്റുമായിട്ട് മാർക്ക് ചെയ്തിട്ട് ചിത്രങ്ങളൊക്കെ വരച്ചു. The places towards the east appears on the right side of the paper. ആ ഒരു പേപ്പറിന്റെ റൈറ്റ് സൈഡിലാണ് ഈസ്റ്റ് വരുന്നത്. Also, the places to the north are shown on the top side of the paper, while the places in the south are indicated at the bottom of the paper, and the places in the west are shown on the left side. On a map, the representation of direction is as follows. North is shown upwards, south is downward, east is on the right, and west is on the left. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇത് നമ്മുടെ പേപ്പർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഒരു വര, ജസ്റ്റ് ഒരു ക്രോസ് ഡയറക്ഷൻ. ഇതിന് ടോപ്പിൽ എന്താണ്? എൻ ഓർ നോർത്ത്, നോർത്ത് ഡയറക്ഷൻ. ഇവിടെയാണ് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നതെന്ന് ഇമാജിൻ ചെയ്താൽ നമ്മുടെ നേരെ മുകൾ ഭാഗത്താണ് നോർത്ത്. താഴെയോ ഇവിടെയാണ് സൗത്ത്. നോർത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സൗത്ത് വരുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലാണ് ഡബ്ല്യു ഓർ വെസ്റ്റ്. ഇതാണ് വെസ്റ്റ് ഡയറക്ഷൻ. ആൻഡ് ഇവിടെയാണ് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ നവ്യ പറഞ്ഞല്ലോ ഈസ്റ്റിലാണ് സൂര്യൻ ഉദിക്കുന്നത്. സൺറൈസസ് ഈ ഒരു സൈഡിൽ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്, ഇവിടെയാണ് സൂര്യൻ അസ്തമിക്കുന്നത്.
നവ്യ വരച്ച ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ സെൻട്രലായിട്ട് നവ്യയുടെ ഹൗസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു ബേക്കറി ഉണ്ട്. റൈറ്റ് സൈഡിൽ കെമിസ്റ്റ്, ടോപ്പിൽ ഹോസ്പിറ്റൽ, താഴെ പോസ്റ്റ് ഓഫീസ്. Look at the picture above and write down the places located in the north, east, west and south of Navya's home. നമുക്കിത് പറയാം. നിങ്ങളിത് ഈ ഒരു കള്ളിയിൽ എഴുതി വെക്കണം കേട്ടോ. ഇവിടെ നവ്യയുടെ ഹൗസ് ആണ് അല്ലേ? അപ്പൊ മുകൾ ഭാഗത്ത് അതാണ് നോർത്ത് ഡയറക്ഷൻ. അവിടെ എന്താ ഉള്ളത്? അവിടെ ഹോസ്പിറ്റൽ ആണ് ഉള്ളത് അല്ലേ? അപ്പൊ നോർത്ത് ഡയറക്ഷനിൽ ഹോസ്പിറ്റൽ. സൗത്ത് താഴെയാണ്. സൗത്ത് ഡയറക്ഷനിൽ പോസ്റ്റ് ഓഫീസ്. ലെഫ്റ്റില് വെസ്റ്റില് ബേക്കറി ആൻഡ് റൈറ്റില് ഈസ്റ്റ്, അവിടെ കെമിസ്റ്റ് ആണുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ താഴെ ഈ ഒരു സ്പേസിൽ നിങ്ങൾ എഴുതുക. Look at the picture on the next page and imagine your school at the center. Name the buildings or areas near your school and write the direction they are situated in the given spaces. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളാണ് നടുക്കുള്ളത്. അപ്പൊ നിങ്ങളുടെ സ്കൂളിന്റെ ലെഫ്റ്റ് സൈഡ് അതായത് വെസ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് അതായത് ഈസ്റ്റ് സൈഡ്, മുകളിൽ നോർത്ത്, താഴെ സൗത്തിലൊക്കെ ഉള്ള ഏതെങ്കിലും ബിൽഡിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസിലിറ്റിയോ ഒക്കെ ഇവിടെ എഴുതി ചേർക്കുക. അപ്പൊ അത് ഓരോരുത്തരുടെ സ്കൂളിനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് സ്വന്തമായിട്ട് തന്നെ എഴുതുക. Imagine you're giving direction to a friend to visit your favorite place near your school. How would you explain it using direction left, right, forward, backward, etc. and landmarks? നിങ്ങളുടെ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ സ്കൂളിന്റെ അടുത്തൊരു പാർക്ക് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. ആ പാർക്കിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കാം. നമുക്ക് പറയാം, വാക്ക് ഫോർവേഡ് ഫ്രം മൈ സ്കൂൾ ഗേറ്റ് ഫോർ അബൌട്ട് 200 മീറ്റർ. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കൂളിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. ഇത് എക്സാമ്പിൾ മാത്രമാണ്. അതിനുശേഷം ടേൺ റൈറ്റ് അറ്റ് ദ ബേക്കറി, go straight until you reach the traffic signal, then turn left near the post office, walk forward a few minutes and you will see the children's park on your right side. It is next to the public library. അങ്ങനെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുത്ത് നമുക്ക് ഒരാളെ അവിടെ എത്തിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ സ്കൂളിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബിൽഡിങ്, ഹോസ്പിറ്റലോ ലൈബ്രറിയോ പാർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അവിടേക്ക് പോകുന്ന വഴി ഇതുപോലെ ഒന്ന് എഴുതി നോക്കുക. Draw a map showing the route from your school to public library or any such place near your school. Identify landmarks like parks, shops, hospital, bus stop, etc. on the map. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിന് വഴി പറഞ്ഞു കൊടുത്തില്ലേ? അതുപോലെ നിങ്ങളുടെ സ്കൂളും അതിന്റെ പരിസരവും ഒരു മാപ്പാക്കി വരയ്ക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. അപ്പൊ അതിന്റെ അടുത്തൊക്കെയുള്ള പബ്ലിക് ഫെസിലിറ്റീസും അങ്ങോട്ടുള്ള വഴികളും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാപ്പ് വരയ്ക്കാൻ സ്വന്തമായി ശ്രമിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കൂളാണ്, എനിക്ക് അറിയില്ല. അപ്പൊ ഈ ചിത്രം നിങ്ങൾ തന്നെയാണ് വരയ്ക്കേണ്ടത്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. റൂട്ട് മാപ്പ് ഫ്രം സ്കൂൾ ടു പബ്ലിക് ലൈബ്രറി. നമ്മുടെ സ്കൂള് ഇവിടെയാണുള്ളത്. സ്കൂളിലേക്ക് പോവുകയാണ്. ബേക്കറി ഉണ്ട്. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ പാർക്കാണ്. റൈറ്റിലേക്ക് തിരിഞ്ഞ ഹോസ്പിറ്റലാണ്. നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്. അതിന്റെ തൊട്ടടുത്തായിട്ടൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. നേരെ ചെന്ന് കഴിഞ്ഞാൽ പബ്ലിക് ലൈബ്രറിയിലെത്താം. അപ്പൊ അവിടെ സ്കൂളും കാര്യങ്ങളും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Imagine you have ₹100 to utilize in a month. Your task is to plan how to spend and save wisely. Think about your expenses for stationery, snacks, toys, etc. Decide how much you will save in your piggy bank and how much you will use for your expenses. After making this plan,
Think about how saving money could help you in the future. Use the table below to create your budget. നിങ്ങളുടെ കയ്യിൽ 100 രൂപയാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു മാസം പല പല കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ആലോചിക്കണം. ഇതിൽ എത്ര രൂപ സേവ് ചെയ്യണം? ബാക്കി പൈസയിൽ എനിക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ പെടുവോ? ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ചെറിയ ചെറിയ സ്റ്റേഷനറി ഒക്കെയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്ലാൻ ചെയ്യാം. നമുക്ക് 40 രൂപ അല്ലെങ്കിൽ 40 റുപ്പീസ് സേവ് ചെയ്യാം. എന്നിട്ട് 60 റുപ്പീസ് ചെലവാക്കാം. ഈ 40 രൂപ നമുക്ക് സേവ് ഫോർ ദ ഫ്യൂച്ചർ നീഡ്സ്. ഈ 60 റുപ്പീസ് ഐ വിൽ യൂസ് ഇറ്റ് ഫോർ സ്റ്റേഷനറി, സ്നാക്സ് ആൻഡ് സ്മോൾ ടോയ്സ് ഡ്യൂറിങ് ദ മന്ത്. ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു ബഡ്ജറ്റ് തയ്യാറാക്കുക. Imagine that your group is in charge of making your neighborhood better. Discuss what new services or facilities you would add or improve. Present how these changes would help everyone in the community. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെയുള്ള സ്ഥലങ്ങൾ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യും? ഇതും നിങ്ങളുടെ ഏരിയ ആണ്. അവിടെ എന്തൊക്കെയാ കാര്യങ്ങൾ ഉള്ളതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഏരിയയ്ക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. ആ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആളുകൾക്ക് എങ്ങനെ ബെനിഫിറ്റഡ് ആകും എന്നും എഴുതുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. If my group was in charge of making our neighborhood better, we would add a public park, a community library, more dustbins and better street lighting. ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ, അല്ലെങ്കിൽ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്കിതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അതൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാറ്റം വരിക? പബ്ലിക് പാർക്ക് വന്നു കഴിഞ്ഞാൽ ഗിവ്സ് ചിൽഡ്രൻ എ സേഫ് പ്ലേസ് ടു പ്ലേ ആൻഡ് എക്സസൈസ്. കുട്ടികൾക്ക് കളിക്കാനും വലിയ ആൾക്കാർക്കൊക്കെ എക്സസൈസ് ചെയ്യാനൊക്കെ പബ്ലിക് പാർക്ക് ഉപയോഗിക്കാം. കമ്മ്യൂണിറ്റി ലൈബ്രറി, a community library helps people read books and learn new things. Dustbins, more dustbins help keep the neighborhood clean. Street light make roads safer at night. As a class, take help of the elders around you to list people in your neighborhood who helped the community during COVID-19. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ ഒരു 7 years മുമ്പേ COVID-19 വന്നത്? കൊറോണ, കുറെ ആളുകൾ മരിക്കുന്നു, കുറെ ആളുകൾക്ക് അസുഖം വരുന്നു, ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നല്ലേ അത്. ആ സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അസുഖം വന്ന ആളുകളെയൊക്കെ കെയർ ചെയ്തതും പല പല കാര്യങ്ങൾക്കായിട്ട് ഹെൽപ്പ് ചെയ്തതുമായിട്ടുള്ള കുറേ ആളുകൾ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ടാകും. നമ്മൾ നമ്മുടെ എൽഡേഴ്സിനോട് ചോദിച്ച് ഇതൊക്കെ ആരായിരുന്നു, അവർ നമുക്ക് എന്തൊക്കെ ഹെൽപ്പുകൾ ചെയ്തു എന്ന് കണ്ടുപിടിക്കുക. And these could include doctors, nurses, garbage collectors, shopkeepers, teachers and others. അപ്പോൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റഡി നടത്തുക. And discuss how they made the community safer and why it is important to thank them. അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, നമ്മൾ എന്തിനാണ് അവർക്ക് താങ്ക്ഫുൾ ആയിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Doctors treated patients and provided medical care. Nurses took care of patients in hospitals and clinics. Garbage collectors kept the neighborhood clean and hygienic. Shopkeepers supplied the essential items such as food and medicines. Teachers continued teaching students through online classes. Police officers maintained safety and ensured people followed rules. Delivery workers delivered food, medicine and other necessities. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ നിങ്ങൾ ആളുകളോടൊക്കെ ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. Can you list out the people involved and vehicle used in each of these services in the boxes given below? An example has been given. ഈ തന്നിരിക്കുന്ന സർവീസസിലൊക്കെ അവിടെ ഏതൊക്കെ ആളുകളാണ് ജോലി ചെയ്യുന്നത്, അവിടെ എന്തൊക്കെ തരം വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഫോർ എക്സാമ്പിൾ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഓഫീസേഴ്സും കോൺസ്റ്റബിൾസും പിന്നെ പെട്രോളിംഗ് ജീപ്പ്, പോലീസ് ജീപ്പ് ഒക്കെ ഉണ്ടാവും അല്ലേ? അതുപോലെ പോസ്റ്റ് ഓഫീസിൽ എന്തൊക്കെ ഉണ്ടാകാം?
പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റ് മാൻ, പോസ്റ്റ് വുമൺ അല്ലെങ്കിൽ അവരുടെ വർക്കേഴ്സ് ഒക്കെ ഉണ്ടാകാം. അതുപോലെ മെയിൽ വാൻ, മെയിൽ കത്തുകളും പാർസലുകളും ഒക്കെ കൊണ്ടുവന്ന് അവരുടെ വാൻ ഉണ്ടാവാം. ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സ്, നഴ്സസ്, ആംബുലൻസ്. ലൈബ്രറിയിൽ ലൈബ്രറിയൻ അസിസ്റ്റന്റ്, ലൈബ്രറിയൻ, ലൈബ്രറി വാൻ. ഫയർ സ്റ്റേഷനിൽ ഫയർ ഫൈറ്റേഴ്സ്, ഫയർ ഓഫീസേഴ്സ്, ഫയർ എഞ്ചിൻ ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ 3rd ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊരു ലോങ് ചാപ്റ്റർ ആയതുകൊണ്ടാണ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് 3 വീഡിയോ ആയിട്ട് പഠിക്കേണ്ടി വന്നത്. എല്ലാവരും ശ്രദ്ധയോടെ വായിച്ചു പഠിക്കുക. ഓരോ സെക്ഷൻ വായിക്കുമ്പോഴും ഇതൊക്കെ എന്താണ് എന്നും ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനും നിങ്ങൾ സ്വയം ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് ഇടാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.